ഗർഭചിത്രം നിയമവിധേയമാക്കി അവകാശമാക്കാനുള്ള നീക്കത്തിനെതിരെ യൂറോപ്യൻ മെത്രാൻ സമിതി രംഗത്ത്. യൂറോപ്യൻ മൗലികാവകാശങ്ങളുടെ പ്രമാണരേഖയിൽ ഗർഭചിത്രത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രമേയം അംഗീകരിക്കുന്നതിനുള്ള വോട്ടെടുപ്പിനോടനുബന്ധിച്ചാണ് യൂറോപ്യൻ മെത്രാൻ സമിതി നീക്കത്തിനെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഗർഭചിത്രം ഒരിക്കലും മൗലികാവകാശമാകില്ല, ജീവിക്കാനുള്ളതിനാണ് അവകാശം. ഗർഭചിത്രം അംഗീകരിച്ചുകൊണ്ടല്ല സ്ത്രീകളുടെ ഉന്നമനവും അവരുടെ അവകാശങ്ങളും നേടിയെടുക്കേണ്ടതെന്ന് മെത്രാൻ സമിതി പ്രസ്താവിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മാതൃത്വം സമൂഹത്തിനും വ്യക്തിപരമായും നൽകപ്പെട്ട ഒരു അമൂല്യ ദാനമെന്ന നിലയിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു യൂറോപ്പിനു വേണ്ടിയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ബിഷപ്പുമാർ പ്രസ്താവനയിൽ പറഞ്ഞു. വ്യത്യസ്ത സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും മാനിക്കുവാൻ യൂറോപ്യൻ യൂണിയന് ബാധ്യതയുണ്ടെന്നും ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രവും ആശയങ്ങളും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് തെറ്റാണെന്നും മെത്രാൻമാർ വ്യക്തമാക്കി. സമൂഹത്തിന് ഒരു സമ്മാനം എന്ന നിലയിൽ ഒരു അമ്മയാകുക എന്നത് വ്യക്തിപരവും സാമൂഹികവും തൊഴിൽപരവുമായ ജീവിതത്തിന് ഒരു തരത്തിലും തടസ്സമല്ല എന്നും സംസ്കാരങ്ങളുടെ വൈവിധ്യം യൂറോപ്പിലെ ജനങ്ങളുടെയും ഭരണഘടനയുടെയും പാരമ്പര്യത്തിനാണ് അധികൃതർ ഊന്നൽ നൽകേണ്ടതെന്നും മെത്രാൻമാർ കൂട്ടിച്ചേർത്തു. കുപ്രസിദ്ധമായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദ സംഘടനയ്ക്ക് വേണ്ടി ക്രൈസ്തവരെ കൊലപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കിയ അമേരിക്കയിലെ ഐഡാഹോ സ്വദേശി അലക്സാണ്ടർ സ്കോട്ട് പോലീസ് പിടിയിൽ. സമീപത്തുള്ള ദേവാലയത്തിൽ ക്രൈസ്തവരെ വകവരുത്തി ദേവാലയം അഗ്നിക്കിരയാക്കിയതിനു ശേഷം ഒരു കാറിൽ രക്ഷപ്പെട്ട് സമീപ പ്രദേശത്തെ മറ്റ് ദേവാലയങ്ങളിലും ഇങ്ങനെ ചെയ്യാമെന്നായിരുന്നു അയാൾ കണക്ക് കൂട്ടിയിരുന്നതെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. 17-ാമത്തെ വയസ്സിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെ വിദേശ തീവ്രവാദ സംഘടനകൾക്ക് പണം നൽകാൻ ശ്രമം നടത്തിയതോടെ സ്കോട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്കിടയിലും ചൈനയിൽ ക്രൈസ്തവ വിശ്വാസം വളർച്ച പ്രാപിക്കുന്നതിന്റെ വാർത്തകൾ ശ്രദ്ധേയമാകുന്നു. ദൈവാരാധനകൾക്കും പൊതുവായ ചടങ്ങുകൾക്കും നിരോധനമുള്ളപ്പോഴും ഈസ്റ്റർ വിജിലിലും തുടർന്നുള്ള ദിനങ്ങളിലുമായി ഒരു പുതിയ ദേവാലയത്തിന്റെ കൂദാശയും 470 മാമോദീസകളും നടന്നതാണ് ഏറ്റവും പുതിയ സംഭവം. ബെയ്ജിംഗ് കത്തീഡ്രലിൽ 142 പേരാണ് മാമോദീസ സ്വീകരിച്ചത്. ജെസ്യൂട്ട് വൈദികനായ മാറ്റിയോ റിക്കി സ്ഥാപിച്ച ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഇടവകയിൽ 100ഓളം പേർക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആദ്യ കൂദാശ ലഭിച്ചപ്പോൾ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ഇടവകയിൽ 25 പേർ മാമോദീസ സ്വീകരിച്ച് സഭയിൽ അംഗങ്ങളായി. ഷാങ്ഹായിൽ പുതുതായി സ്നാനമേറ്റ 470 പേരിൽ 349 പേർക്കും മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന എന്നീ 3 കൂദാശകളും ലഭിച്ചു. ഈസ്റ്ററിൻ്റെ ആദ്യവാരമായ ഏപ്രിൽ 4-ന് വെൻലിംഗിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ നാമധേയത്തിൽ നിർമ്മിച്ച പുതിയ ദേവാലയത്തിന്റെ കൂദാശകർമ്മം നിങ്ബോ ബിഷപ്പ് ജിൻ യാംഗയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.